ഭാര്യയെ യാത്രയാക്കി മടങ്ങിവരവെയാണ് പത്തനാപുരം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPI പിടവൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായ കിരൺ കെ കൃഷ്ണയെ രണ്ടംഗ ഗുണ്ടാസംഘം ആക്രമിച്ചത്. രാവിലെ 9:30 സംഭവം. പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ഭാര്യയെ കൊണ്ടുവിട്ടിട്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്ക് വരുന്ന വഴിയാണ് ആക്രമണം ഉണ്ടായത്. KSRTC ജംഗ്ഷൻ മുതൽ കാറിൽ പിന്തുടർന്നു വന്ന് പെട്രോൾ പമ്പിന്റെ മുന്നിലായി ബൈക്ക് ഇടിച്ചിട്ട ശേഷം തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്ന് കിരൺ കെ കൃഷ്ണ പറഞ്ഞു. മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര വേഗത വരുന്നു. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി വലത്തോട്ടങ്ങ് പമ്പിലോട്ട് കയറാനായിട്ട് അതിൻ്റെ ഇപ്പുറത്ത് വെച്ചേ. കാര്യം ഇവരിങ്ങനെ പുറകിലിങ്ങനെ വരുന്നുണ്ടപ്പം അഞ്ജലി പിന്നെ ഉണ്ടല്ലോ, അഞ്ജലി നമ്മുടെ വളക്കട അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ടങ്ങാക്കി. വലത്തോട്ടായപ്പോൾ ഇവന്മാർ എൻ്റെ വലത്ത് വരാൻ നിൽക്കും. എന്നിട്ട് അങ്ങ് റോഡിൽ നിന്ന് ഞാനങ്ങ് ടാറിങ്ങിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി ആ പമ്പിലോട്ട് കയറുന്ന അവിടെ ചവിട്ടി നിർത്തി. അപ്പോൾ ഇവൻ പുറകെ കൊണ്ടുവച്ച് ചെറുതായിട്ടൊന്ന് ഇടിച്ച് കാറിൻ്റെ പുറകിൽ തട്ടി എന്നിട്ട് പിന്നെ ചാടി ഇങ്ങോട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് പയ്യെ ഇറങ്ങുന്നത്. ഇപ്പുറത്തെ ഡോറിൽ നിന്ന് രണ്ടുപേരും ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പം പുറകെ കൂടെ വന്നു. ഞാൻ ഡ്രൈവറുടെ സൈഡിലോട്ട് ഇങ്ങനെ വലതുവശത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലേ കൂടെ വന്നവൻ എൻ്റെ പുറകിൽ അടിച്ച് രണ്ട് സൈഡിൽ നിന്ന് അടിക്കുന്ന നടുവിന് ചവിട്ടിയപ്പോൾ ഞാൻ ബൈക്കിൻ്റെ മുമ്പിൽ മീറ്ററിലോട്ട് എൻ്റെ ഫ്രണ്ടിലോട്ട് അപ്പം വണ്ടിക്കകത്തുനിന്ന് പിന്നെ എനിക്ക് വന്നിട്ട് ഇവിടെ നടുവിനെ കണ്ട് ചവിട്ടിയപ്പോൾ പിന്നെ വണ്ടിയിൽ തെറിച്ചങ്ങ് വീണു. അപ്പോൾ ഞാൻ അവിടെ നോക്കുമ്പോൾ സ്റ്റാൻഡ് ഇട്ടു. അതിന് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ടാക്കി സ്റ്റാൻഡും കിട്ടി. ആളൊന്നും അന്നേരം കൂടിയില്ല. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് പുറത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വേഗം ഈ ബൈക്ക് എടുത്തങ്ങ് എറിയോ രണ്ടുപേരുടെ ബൈക്ക് അങ്ങ് പൊക്കിയെടുത്തങ്ങ് എറിയും. അല്ലാതെ ഇനി സാധാരണ പോലെ ചവിട്ടി ഇടുകയോ അങ്ങനെയൊന്നുമല്ല, ബൈക്ക് പൊക്കിയെടുത്തങ്ങ് എറിയുമായിരുന്നു. അപ്പോഴത്തേക്ക് ആളുകൾ വന്നപ്പോൾ അവന്മാർ വണ്ടിക്കകത്ത് കയറി വെച്ച് ഞാൻ പിന്നെ ഇവർ വണ്ടിയിൽ നിന്ന് നോക്കും, വണ്ടിയിൽ നിന്ന് പിടിക്കുന്നു ഞാൻ പറഞ്ഞു. എന്നിട്ട് മൊബൈൽ ഫോൺ കയ്യിലെടുത്തിട്ട് അപ്പോഴും അവന്മാരെൻ്റെ മുമ്പിൽ നിൽക്കുക. ഞാൻ സ്റ്റേഷനിലോട്ട് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ പെട്ടെന്ന് അടി ഉണ്ട്, ഷോക്കല്ലേ. ഞാൻ അതിന് സ്റ്റേഷനിലോട്ട് വിളിക്കുന്നത്. അവന്മാരെ കൂളായിട്ട് ഒരു ഭാവഭേദവും ഇല്ല, ഒന്നുമില്ല. കൂളായിട്ട് ഇന്ന് 13:8 എൻ്റെ കണ്ടത്. എൻ്റെ KL 25 അങ്ങനെയൊന്നും കണ്ടിട്ട് എനിക്ക് മനസ്സിലായി. വെള്ളമല്ല മെറൂൺ ഓട്ടോ ഇവന്മാർ നല്ല കറുത്ത പഠിച്ചൊരുത്തിന് ഇച്ചിരി പേരും പറയും. ഇപ്പം പറയുന്നത് ഇപ്പം അവിടെ നിന്നവർ 1-2 പേര് ഐഡൻറ്റിഫൈ ചെയ്ത് പറയും. പേര് പറഞ്ഞത് രതീഷ്, രാജൻ്റെ പേര് TV ജംഗ്ഷനിലുള്ളതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ കിരൺ നേരെ വിളയാട്ടമാണ് നടന്നിരിക്കുന്നത്. യാതൊരു പ്രകോപനമില്ലാതെ ഭാര്യയെ യാത്രയച്ചതിന് ശേഷം മടങ്ങി വരുന്ന വഴിക്കാണ് ആട്ടോക്കാരിൽ വന്ന 2 പേർ കിരണിനെ മൃഗീയമായി മർദ്ദിച്ചിട്ടുള്ളത്. യാതൊരുവിധമായ കാരണങ്ങളും ഇതിൻ്റെ പിന്നിലുള്ളതായി ഇതുവരെ വ്യക്തമായിട്ടില്ല. ഈ സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി ഏറെക്കുറെ ജനങ്ങളെ മധ്യത്തിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം നടന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് ഏറെക്കുറെ ധാരാളം ചെയ്യുന്നതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണമെന്നുണ്ട്. ആക്രമണത്തെക്കുറിച്ച് CPI മണ്ഡലം സെക്രട്ടറി S വേണുഗോപാൽ അപലപിച്ചു.